ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 11ാമത്തെ ചാപ്റ്ററായ സന്നിമിത്തെ വരം ത്യാഗ എന്ന ചാപ്റ്ററിൻ്റെ 2ാം ഭാഗമാണ്. ഇവിടെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഇതുവരെ കഥയിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള ഒരു സമ്മറിയാണ്. ഓക്കെ, നമുക്ക് കഥയിലേക്ക് പോകാം. അഥ രാജപുത്രോ വീരവരോ സ്വവാസം ഗത്വാ നിദ്രാലസാം പത്നിം പുത്രം ദുഹിതരശ്ച പ്രബോധയത്. എന്താ സംഭവിച്ചേ? പിന്നീട് ഇതിനു ശേഷം രാജകുമാരൻ വീരവരൻ സ്വന്തം വീട്ടിലേക്ക് പോയി ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെയും മകനെയും മകളെയും ഉണർത്തി. എന്നിട്ടോ അഖില രാജലക്ഷ്മി സംവാദം ച അവർണയത്. ഇതുകൂടാതെ രാജകുമാരനും അതേപോലെ രാജലക്ഷ്മിയും തമ്മിലുണ്ടായ സംസാരം, അതായത് കോൺവെർസേഷൻ വിവരിച്ചു കൊടുത്തു. അതായത് അവർ തമ്മിൽ എന്തൊക്കെയാണോ സംസാരിച്ചത് അതെല്ലാം പറഞ്ഞു. ശക്തിധരഃ. ആട്ടെ, ഇത് കേട്ട ശക്തിധരൻ എന്താ പറഞ്ഞേ? തത് ശ്രുത്വാ സാനന്ദം. തത് ശ്രുത്വാ സ ആനന്ദം. അത് കേട്ട് വളരെ സന്തോഷത്തോടെ, ഹേ പിതഃ, ഹേ അച്ഛാ, ജാനാമ്യഹം ഭവതഃ സർവപ്രിയം വസ്തു. എനിക്കറിയാം അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു. തത് അഹമേവ ഭവതഃ പ്രിയതമഃ ഇതി സർവവിദിതഃ. അത് ഞാൻ തന്നെയാണ്. അതായത് അങ്ങയ്ക്ക് ഏറ്റവും പ്രിയം എന്നോടാണ് എന്നെനിക്കറിയാം. ധന്യോ അഹം സ്വാമി ജീവിത രക്ഷാർത്ഥം യദി വിനിയുക്തഃ. ഞാൻ ധന്യനായി രാജാവിൻ്റെ രക്ഷയ്ക്കായിട്ട് നിയുക്തനാവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. തത് കോ അധുനാ വിലംബസ്താത്. ഇനി എന്തിനാ വൈകിക്കണേ? ഏവം വിധേ, ഇത്തരത്തിൽ കർമ്മണി രാഷ്ട്രസ്യ രാഗശ്ച ഹിതായ, അതായത് രാഷ്ട്രത്തിനും രാജാവിൻ്റെയും ഹിതത്തിനായി, നന്മയ്ക്കായി, മമ സർവസ്വ വിനിയോഗഃ പരമശ്ലാഘ്യഃ. അതായത് എന്നെ വിനിയോഗിക്കുന്നത് അതീവ പ്രശംസനീയമാണ്. എന്നെ വിനിയോഗിച്ചാട്ടെ, അതായത് എന്നെ അതിന് യോഗ്യമാക്കിയാട്ടെ എന്ന് പറയാണ്. യതഃ എന്താന്ന് വെച്ചാൽ, ധനാനി ജീവിതശ്ചൈവ പരാർത്ഥേ പ്രാഗ്യ ഉത്സൃജേത് സന്നിമിത്തേ വരം ത്യാഗോ വിനാശേ നിയതേ സതി. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. പ്രാഗ്യഃ ധനാനി ജീവിതം ചൈവ പരാർത്ഥേ ഉത്സൃജേത് വിനാശേ നിയതേ സതി സന്നിമിത്തേ ത്യാഗോ വരം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം കൂടി ഒന്ന് നോക്കിയേക്കാം. എന്നാലേ നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ. പരോപരാകാർത്ഥം ബുദ്ധിമാൻ സമ്പദാം ജീവനം ച ത്യക്തും സിദ്ധഃ ഭവേത്. യതഃ ശരീരസ്യ നാശഃ തു ഭവതി ഏവ. അതഃ തസ്യ സത്കാര്യാർത്ഥം ത്യാഗഃ ശ്രേഷ്ഠഃ ഖലു. സമ്പത്തും ജീവിതവും ഒരിക്കൽ നശിച്ചു പോകുമെന്നത് ഉറപ്പാണ്. അതിനാൽ വിവരമുള്ളവർ എന്താ ചെയ്യുക? തൻ്റെ സമ്പത്തും ജീവിതവും മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കും. അതുതന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ആട്ടെ, ഭേദരത എന്താ പറഞ്ഞേ? യത് ഏവം അസ്മാത് കുലോചിതം നാചരിതവ്യം തർഹി ഗൃഹീത സ്വാമി വർത്തനസ്യ കഥം നിസ്താരോ ഭവേത്. അതായത് നമ്മൾ രാജാവിനോടുള്ള കടമ ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് രാജാവിനോടുള്ള നന്ദി കാണിക്കുക? വീരവതി. ധന്യാഹം യസ്യ ഈദൃശോ ജനകോ ഭ്രാതാ ച. ഞാൻ ധന്യയാണ് ഇങ്ങനെയുള്ള അച്ഛനെയും സഹോദരനെയും കിട്ടിയതിൽ. തത് കഥം വിലംബത്തെ. എന്തിനാ ഇനി ഇങ്ങനെ വൈകിക്കണേ? ഏഷ ഏവ ഗൃഹീത സ്വാമി വർത്തനസ്യ നിസ്താരസ്യ ഉപായഃ. അതായത് പറയാണ്, ഉടൻ തന്നെ
രാജാവിനെ രക്ഷിക്കാനായിട്ടുള്ള വഴി നോക്കാം എന്ന്. തതസ്തേ സർവേ സർവമംഗലായ ആയതനം ഗതാഹ. അങ്ങനെ എല്ലാവരും കൂടി സർവമംഗല ദേവിയുടെ സന്നിധിയിലേക്ക് പോയി. ബീരവരഹ. ബീരവരൻ പറയാണ്, ദേവി പൂജാം വിധായ. ദേവിയുടെ പൂജ ചെയ്തു കഴിഞ്ഞ് ഭഗവതി, ഹേ ദേവി പ്രസീദ, പ്രസാദിച്ചാട്ടെ. വിജയതാ മഹാരാജ ശൂദ്രക. മഹാരാജാവ് ശൂദ്രകൻ വിജയിക്കുമാറാകട്ടെ. ഗൃഹ്യതാം ഏഷ മത്തഥ ഉപഹാര. എൻ്റെ ഈ ഉപഹാരം ഗ്രഹിച്ചാട്ടെ, എടുത്താട്ടെ. വീരവരഹ. എന്നിട്ട് വീരവരൻ സ്വഗതം സ്വയമേവ പറയാണ്, കൃതോ മയാ ഗൃഹീത സ്വാമീവർത്തനസ്യ നിസ്താരോ സ്വപുത്ര സമർപ്പണേന. യജമാന്റെ രക്ഷയ്ക്കായി ഞാൻ എൻ്റെ മകനെ സമർപ്പിച്ചു. അധുന പുത്രയുക്തസ്യ മേ ജീവനം നിഷ്ഫലം. ഇനി മകനില്ലാത്ത എൻ്റെ ജീവിതം വ്യർത്ഥമാണ്. തതഃ സഹ ആത്മാനപി ദേവ്യായി സമർപ്പിത്വാൻ. അതിനുശേഷം അദ്ദേഹവും, അതായത് അവനും ആ രാജകുമാരനും സ്വന്തം ജീവൻ സമർപ്പിച്ചു, അതായത് ബലി കഴിച്ചു ദേവിക്കായിട്ട്. തതസ്തസ്യ പത്ന്യാ ദുഹിത്രാ ച തദേവാചരിതം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഇതേ കണക്ക് സ്വന്തം ജീവൻ ബലി കൊടുത്തു. രാജ ശൂദ്രകോ അപ്പി തേഷാം സർവേഷാം സർവമേതത് ആചരിതം തദ്ദൃശ്യ ഏവാലോകയത്. അതായത് രാജാവ് ശൂദ്രകനും അവരെല്ലാം ചെയ്ത കാര്യങ്ങൾ കണ്ട് നോക്കി നിന്നു. ഓക്കെ, എന്നിട്ടെന്താ സംഭവിച്ചേ? തതോ അസൗ വ്യചിന്തയത്. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ജായന്തേ ച മ്രിയന്തേ ച മാദൃശ ശൂദ്രജന്തവഃ അനേന സദൃശോ ലോകേ ന ഭൂതോ ന ഭവിഷ്യതി. അന്മേ നോക്കാം. മാതൃശാഃ ശൂദ്രജന്തവഃ ജായന്തേ ച മ്രിയന്തേ ച ലോകേ അനേന സദൃശഃ ന ഭൂതഃ ന ഭവിഷ്യതി ച. ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. നീ ഭാവാർത്ഥം കൂടെ ഒന്ന് നോക്കിയേക്കാം. മത് സദൃശാഃ അല്പാഃ ജന്മ മൃത്യും ച പ്രാപ്നുവന്തി. ഏതാദൃശഃ ജനഃ തു ലോകേ പൂർവം ന ജാതഃ ന അഗ്രേ ഭവിഷ്യതി ച. അതായത് ഇവിടെ പറയാണ്, എന്നെ പോലെയുള്ള സാധാരണ മനുഷ്യർ ഈ ലോകത്ത് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ദേഹത്തെ പോലെ ഈ ലോകത്ത് മുൻപാരും തന്നെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇതെല്ലാം കൺമുന്നിൽ കണ്ട രാജാവ് ആകെ തകർന്നുകൊണ്ട് പറയാണ്, തദേതത് പരിത്യക്യേന മമ രാജേനാപി കിം പ്രയോജനം. ഇങ്ങനെയുള്ള ത്യാഗത്താൽ എൻ്റെ രാജ്യത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? ദേവീം പ്രതി പ്രകടയൻ. ദേവിയോട് പ്രകടമായി പറയാണ്, ഹേ മാതഃ സർവമംഗലേ, ഹേ അമ്മേ സർവമംഗലേ, ഗൃഹാണമേ സർവസ്വം. എൻ്റെ എല്ലാം എടുത്തുകൊള്ളൂ. നേഷ്ടം മേ രാജ്യം ന ച ജീവിതം വാ. എനിക്ക് എൻ്റെ രാജ്യത്തിനോടോ ജീവനോടോ ഒരിച്ഛയുമില്ല, എല്ലാം അവിടുന്ന് എടുത്തുകൊള്ളൂ. ദേവി. ഇത് കേട്ട ദേവി, തതഃ പ്രത്യക്ഷീഭൂതയാ ഭഗവത്യാ സർവമംഗലയാ രാജ്ഞഃ കരം ധൃത്വാ. അതിനുശേഷം പ്രത്യക്ഷയായ ഭഗവതി സർവമംഗല പ്രത്യക്ഷപ്പെട്ട് രാജാവിൻ്റെ കൈപിടിച്ച് പറയാണ്, വത്സ, ഹേ മകനെ, പ്രസന്ന ഭവാമി ത്വയി. നിന്നിൽ ഞാൻ പ്രസന്നയായിരിക്കുന്നു, സന്തുഷ്ടിയായിരിക്കുന്നു. അലം സാഹസേന. ഇങ്ങനെയുള്ള ദുസ്സാഹസം ചെയ്യാണ്ടിരുന്നാലും. നേതാനിം രാജഭംഗത്തെ ഭവിഷ്യതി. ഇനിയും രാജ്യത്തിന് ഒരു നാശവും ഉണ്ടാവില്ല. രാജ സാഷ്ടാംഗം പ്രണിപത്യ. ഇത് കേട്ട രാജാവ് സാഷ്ടാംഗം പ്രണാമം ചെയ്ത്, ഭഗവതി, ഹേ ദേവി, നാമേ പ്രയോജനം രാജ്യേന ജീവിതേന വാ. എനിക്ക് രാജ്യം കൊണ്ടോ എൻ്റെ ജീവനും കൊണ്ടോ ഒരു പ്രയോജനവുമില്ല. യദി മയി കൃപ ഭഗവത്യാ ജാത
അമ്മയുടെ കൃപ എന്നിലുണ്ടെങ്കിൽ തഥാ മമ ആയുഹു ശേഷേണാപി, എന്നാൽ എൻ്റെ ബാക്കിയുള്ള ആയുസ് എടുത്ത് പ്രത്യാവർത്തേത് രാജപുത്രോ വീരവരഹ സഹ പുത്രേണ പത്ന്യാ ദുഹിത്രാ ച, രാജകുമാരനായ വീരവരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മകളുടെയും ജീവൻ തിരിച്ചു തന്നാലും അന്യഥാ മയാ യഥാ പ്രാപ്ത ഗതി ഗന്ധവ്യ ജഗദംബ, അല്ലെങ്കിൽ അവർക്ക് എന്തവസ്ഥയാണോ വന്നത് എനിക്കും അത് തന്നെ വരട്ടെ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ദേവി പറയാണ്, വത്സ്, ഹേ മകനെ, അനേനത്തെ സത്വോത്കർഷേണ ഭൃത്യാവാത്സല്യേന ച പരം പ്രീതാസ്മി, നിന്റെ സദ്ഗുണത്താലും അതേപോലെ സേവകനോടുള്ള നിന്റെ സ്നേഹം കണ്ടും ഞാൻ സന്തുഷ്ടയാണ്, എനിക്ക് സന്തോഷമായി. തദ് ഗച്ഛ വിജയീ ഭവ, എന്നാൽ പോയാലും വിജയീ ഭവ. അയമപി സപരിവാരോ ചേതു രാജപുത്ര ആദർശചരിതോ വീരവരഹ, അതുപോലെ ആദർശ ചരിത്രമുള്ള വീരവരന്, അതായത് രാജകുമാരൻ വീരവരനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവിക്കുമാറാകട്ടെ, അതായത് അവർക്ക് ജീവൻ കൊടുക്കുകയാണ് ദേവി. ഓക്കെ, അങ്ങനെ ജീവൻ വെച്ചു. തതോ ദേവി ഗത അദർശനം, അങ്ങനെ ദേവി അദർശയായി. തതോ വീരവരഹ സപരിവാരോ സ ആനന്ദം സ്വഗൃഹം ഗതഃ, അങ്ങനെ വീരവരൻ സ്വന്തം കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോയി. നൃപതിഃ അപി സർവേഷാം അദൃശ്യ ഏവ സ്വപ്രാസാദം പ്രാവിശത്, രാജാവും എല്ലാവരിൽ നിന്നും അദൃശ്യനായിക്കൊണ്ട് സ്വന്തം കൊട്ടാരത്തിൽ എത്തി. അന്യതുഹു വീരവരോ അപി പുനഃ ദ്വാരി സേവാനിരതോ അഭവത്, അടുത്ത ദിവസം വീരവരനും പിന്നെയും സേവയിൽ തന്നെ മുഴുകിയിരുന്നു. അതായത് എന്താണോ അവൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ തുടർന്നു. രാജ തം വീക്ഷ്യ, രാജാവ് അവനെ നോക്കിയിട്ട് ഒന്നും അറിയാത്ത പട്ടിൽ ചോദിക്കുകയാണ്, കാ വാർത്ത രാജപുത്ര, എന്തായിരുന്നു കാര്യം രാജകുമാര? വീരവരഹ, അപ്പം വീരവരൻ പറയാണ്, ദേവ, ഹേ ദേവ, സാ രോദനപര നാരി, ആ കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ മത് ദർശനാത് അദർശിതാം ഗത, എൻ്റെ കൺമുന്നിൽ നിന്ന് അദൃശ്യയായി. നാഹി കാപ്പി വാർത്ത അന്യ സ്വാമിൻ, വേറെ ഒരു കാര്യമില്ല സ്വാമി. തതഃ പരമാം പ്രീതിഗതോ മഹീപതി തസ്മൈ, അങ്ങനെ അവനിൽ സന്തുഷ്ടനായ പ്രസന്നനായ മഹാരാജാവ് അവനായിട്ട് പ്രായശ്ചാത് സമഗ്ര കർണാടക പ്രദേശം രാജപുത്രായ വീരവരായ, രാജകുമാരനായ വീരവരന് സമ്പൂർണ്ണ കർണാടക പ്രദേശവും നൽകി. അങ്ങനെ ഈ ഭാഗം അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.